89.6 FM Sargakshetra SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ഇതാ തുടങ്ങിയിട്ടുണ്ട്. അന്നെയാണ് കൂടെയുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഞായറാഴ്ച കിഡിലൻ പരിപാടികളായി എന്നത്തെയും പോലെ തിരിച്ചെത്തുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് അറിയാം. എന്തായാലും കുറേയധികം പ്രൊമോസിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ഇന്ന് എത്താൻ പോകുന്ന ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന്. പക്ഷേ എനിക്ക് ഈ ഒരു വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വർക്കിനെ പറ്റി ആദ്യം തന്നെ എനിക്ക് പറയാനുണ്ട് കേട്ടോ. പരിചയപ്പെടുത്തുന്നതിന് മുൻപേ തന്നെ സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ +2 ടൂറ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ വണ്ടികളിൽ തന്നെ TV ഉണ്ടാവുമല്ലോ. അപ്പോൾ അമ്പിളി മൂവി നമ്മുടെ ട്രിപ്പ് പോകുന്ന സമയത്ത് ഇട്ടായിരുന്നു. ശരിക്കും ഈ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ കരയുക എന്ന് പറയുന്നത്, അതും മൂവി കണ്ടിട്ട് കരയുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ആത്മാഭിമാനത്തിന് ഭയങ്കര പ്രശ്നം വരുന്നൊരു സംഭവമാണ്. പക്ഷേ ഞാൻ ഒരു എന്താ പറയുക സെൽഫ് റെസ്പെക്റ്റും ഇല്ലാണ്ട് കെടുന്ന് കരയായിരുന്നു. അതിനുള്ളൊരു ഉത്തരവാദിയാണ് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത്. നമുക്കൊരു കിഡിലൻ വാം വെൽക്കം തന്നെ കൊടുക്കാം. വിഷ്ണു വിജയ്. നമസ്കാരം. വിഷ്ണു ചേട്ടോ, ഞാൻ ആദ്യം തന്നെ ഒരു വിഷമം പറഞ്ഞിട്ടാ തുടങ്ങിയത്. സംഭവം ശരിക്കും ആ ഒരു BGM എൻ്റെ മനസ്സിലേക്ക് എത്രത്തോളം ബുദ്ധിമുട്ടായിട്ടാണ് വന്നതെന്ന്, ലൈക്ക് എന്നെ അത്രയും സ്പർശിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചേ. ശരിക്കും നമുക്ക് ആ ഒരു അമ്പിളി മൂവിയിലെ ഏതൊരു BGM ആണെങ്കിലും ശരിക്ക് നമ്മളിങ്ങനെ കണക്റ്റഡ് ആയിട്ട് കൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ളൊരു വർക്കാണല്ലോ വിഷ്ണു സാർ ആ സംഭവത്തിൽ അല്ലെങ്കിൽ ആ മൂവിയിൽ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. സോ ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് കൂടെയുള്ളത് വിഷ്ണു വിജയ് ചേട്ടനാണ്. ചേട്ടന്റെ കുറേയധികം മൂവിയിലെ വിശേഷങ്ങളും അതുപോലെ സംഗീത ജീവിതത്തിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് SK ഹോട്ട്സ്പോട്ട് നമ്മൾ തകർക്കും അല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ചേട്ടന്റെ വർക്കാണ് പ്രാവിൻകൂട് ഷാപ്പ്. എങ്ങനെയുണ്ടായിരുന്നു പ്രാവിൻകൂട് ഷാപ്പിന്റെ ഒരു എക്സ്പീരിയൻസ്? അതായത് ബാക്കി പടവും ബാക്കി അതിന്റെ ബാക്കി ക്രൂവും ഒക്കെ ആയിട്ട് നല്ല ടീമിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത പടമാണ്. മൊത്തത്തിൽ അതിന്റെ ഒരു സുഖമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമുക്ക് തന്നെ പുതിയതായിട്ടുള്ള പുതിയ ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ കൊളാബറേഷൻ ചെയ്തിട്ടുള്ളൊരു പടമാണ് പ്രാവിൻകൂട് ഷാപ്പ്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ ലിറിക്സും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 3 ലിറിക്സ് റൈറ്റേഴ്സും അതിനകത്തുണ്ട്. വിനായക് ശശികുമാറും മോസിൻ ബരാരി മോരിയും പിന്നെ സുഹേൽ കോയയും ഉണ്ട്. അപ്പൊ എല്ലാരും കൂടി ഒന്ന് ചേർന്ന് വർക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ നടന്നൊരു പടമാണ് പ്രാവിൻകൂട് ഷാപ്പ്. അതുകൊണ്ടും അത് ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ അതിന്റെ പ്രൊഡ്യൂസറാണ് അങ്ങനെ ഷൈജു സാലിബ്, എല്ലാം കൊണ്ടും ഭയങ്കര സ്പെഷ്യൽ ആണ് അല്ലേ? ഓക്കെ. ആൻഡ് പ്രാവിൻകൂട് ഷാപ്പില് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ശവത്തുകുത്ത് പാട്ടാണ് കേട്ടോ. നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ, ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ശവത്തുകുത്തോ, ശരിക്കും നമുക്കൊന്ന് ക്യാച്ചി ആയിട്ടുള്ള ക്യാപ്ഷൻ കൂടിയാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും പാട്ടിലേക്ക് ഒന്ന് വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഡാപ്സിയുടെ വരവ് കൂടി ആവുമ്പോൾ മൊത്തത്തിൽ ആ ഒരു പവർ അങ്ങോട്ട് മാറുകയാണ്. ശരിക്കും എത്രത്തോളം ഈ സൗണ്ടിങ് ചൂസ് ചെയ്തത് എങ്ങനെയായിരുന്നു ഈ പ്രാവിൻകൂട് ഷാപ്പിന്റെ? അല്ലാതെ എപ്പോഴും എല്ലാ പടത്തിനും ഒരേപോലത്തെ പ്രോസസ് തന്നെയാണ്. അതായത് വോക്കൽ ചൂസ് ചെയ്തതിന്റെ കാര്യമാണ് എന്നെ ചോദിച്ചത്. അതെ. മൊത്തത്തില് ആ ഒരു BGM അല്ലെങ്കിൽ ആ മൂവിയിൽ തന്നെ മറ്റ് ട്രാക്സുകളൊക്കെ നമുക്ക് ഇത്തിരി സ്ലോ പേസിൽ പോകുന്നതും കുറച്ച് വൈബ് പേസിൽ പോകുന്നതും. പക്ഷേ നമ്മുടെ ശവത്തുകുത്ത് പാട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വേറെ വൈബാണ്. നമ്മൾ പറയുമല്ലോ ഇപ്പോൾ ഏതാ മൂഡ്, പൊളി മൂഡ്, ആ ഒരു വൈബ് കിട്ടുന്ന ഒരു പാട്ടാണല്ലോ ശവത്തുകുത്ത്. അപ്പം മൊത്തത്തിൽ ഈ പ്രാവിൻകൂട് ഷാപ്പിന്റെ സൗണ്ടിങ്ങിനെ പറ്റിയിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സൗണ്ടിങ്ങും മൊത്തത്തില് വോക്കൽസ് പിക്ക് ചെയ്തതിനകത്ത് അതിനകത്ത് മൊത്തത്തിലൊരു ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാര്യം ഫീമെയിൽ വോക്കൽസ് ഉണ്ട്, പിന്നെ ഡാൻസിയുടെ വോക്കലുണ്ട്, അല്ലെങ്കിൽ തന്നെ വേറെയും ശക്തി ശ്രീഗോപാലിന്റെ വോക്കലുണ്ട്. അങ്ങനെ ഒരുപാട് വോക്കൽസ് അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിന്റെ വോക്കൽ സൈഡിൽ കുറെ ഡൈവേഴ്സിറ്റി ഉള്ള കുറെ ഹാർമണി വർക്ക് ചെയ്യാൻ പറ്റിയ പോലത്തെ കുറെ സൗണ്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ പടത്തിന്റെ ഒരു സൗണ്ട് മൊത്തത്തിൽ ഒരു കുറച്ചൊരു പറഞ്ഞ പോലെ നമ്മൾ ബുഡാപെസ്റ്റിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അവിടുന്ന് ഒരു 40 മ്യൂസീഷ്യൻസ് അവിടുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി പറഞ്ഞ പോലെ നമ്മൾ ലോക്കലായിട്ടുള്ള ഒരു ഷാപ്പിനകത്തേക്ക് ഇതിനെ ഫിറ്റിംഗ് ചെയ്യിപ്പിക്കാന്നുള്ളൊരു പ്രോസസ്സിന് അങ്ങനെ കുറച്ച് വർക്ക് അതിന്റെ ബാക്കിൽ നടന്നിട്ടുണ്ട്. വെരി ഇന്റർനാഷണൽ പുറത്തുള്ള അങ്ങനത്തെ സൗണ്ടിങ് ആണെങ്കിൽ പോലും അതിന് നമ്മുടെ നേറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കുറെ സാധനങ്ങളുമായിട്ട്
അങ്ങനെ എത്തിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്തും അല്ലെങ്കിൽ തന്നെ സൗണ്ട് എഫക്ട്സിന്റെ ഭാഗത്തിട്ട് വരുമ്പോ തന്നെ ആണെങ്കിലും നായിക കാണിക്കുമ്പോഴും ഓൾറെഡി ഉള്ളൊരു ഫോക്ക് പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അതിൻ്റെ അകത്തൊരു കുറച്ച് റൂട്ടഡ് ആയിട്ട് നിർത്താൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, നൈസ്. അപ്പൊ എന്തായാലും ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പ്രാവിൻകൂട് ഷാപ്പിന്റെ വിശേഷങ്ങളാണ് വിഷ്ണു വിജയ് നമ്മോടിപ്പോൾ തന്നെ ഷെയർ ചെയ്തത്. പക്ഷേ ചേട്ടന്റെ കുറേയധികം വിശേഷങ്ങൾ, എസ്പെഷ്യലി ചേട്ടന്റെ ആദ്യ കാലങ്ങൾ നമ്മൾ എന്തായാലും അറിയുന്നുണ്ട് SK ഹോട്ട്സ്പോട്ടിൽ. കൂടെയുള്ള തന്നെയാണ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. എന്നോടൊപ്പം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കുറേയധികം മെലഡീസിന്റെ ഒരു കിങ് തന്നെയാണ് കൂടെയുള്ളത്. മ്യൂസിക് കമ്പോസർ ആൻഡ് ഫ്ലൂട്ടിസ്റ്റ് വിഷ്ണു വിജയ്. വിഷ്ണു ചേട്ടോ, അപ്പോൾ നമ്മൾ പ്രാവിൻകൂട് ഷാപ്പിന്റെ വിശേഷങ്ങളും കേട്ടിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ വിഷ്ണു വിജയ് ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നതിന് മുൻപ് ആരായിരുന്നു, എവിടെയായിരുന്നു താങ്കൾ? എവിടെയായിരുന്നു വിഷ്ണു ചേട്ടാ? ഞാൻ അതായത് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. കമ്പോസർ ആയപ്പോഴാണ് മ്യൂസിക് ഇൻഡസ്ട്രിയിലാണെന്ന് ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. അതിന് മുന്നേ ഇവിടെ തന്നെ ഇതിനായിരുന്നു. ഞാൻ സിനിമകൾക്കൊക്കെ ഫ്ലൂട്ട് വായിക്കുമായിരുന്നു. അപ്പം പിന്നെ പരിപാടികൾക്ക് പോകും, അങ്ങനത്തെ റെക്കോർഡിങ്സ് വായിക്കും, അങ്ങനെ. പക്ഷെ മ്യൂസിക്കിൽ തന്നെ ആയിരുന്നു. പറഞ്ഞത് ഞാൻ പഠിച്ചതും മ്യൂസിക് കോളേജിലാണ്. അപ്പൊ അവിടുന്ന് കഴിഞ്ഞിറങ്ങിയപ്പോ പിന്നെ അതിൻ്റെ അകത്ത് മ്യൂസീഷ്യനായിട്ട് ബാക്കി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന എല്ലാം മ്യൂസിക് തന്നെയാണ്. ശരി. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അച്ഛനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കർണാട്ടിക് സിംഗറാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ്റെ പാത പിന്തുടരാതെ ഒരു ഫ്ലൂട്ടിസ്റ്റ് മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഫ്ലൂട്ട് മെയിൻ ഒരു ഫോക്കസ് ആയിട്ട് എടുത്തത്? അതിനോട് തന്നെയായിരുന്നു മെയിൻ ചെറുപ്പത്തിൽ തൊട്ടേ താല്പര്യം? ചെറുപ്പം തൊട്ടേ ഞാൻ ഇൻസ്ട്രുമെന്റ് വായിക്കുമായിരുന്നു. പിന്നെ തന്നെ പാട്ടുകാർ ഒരുപാട് പേരുണ്ടല്ലോ, ഒരുപാട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എല്ലായിടത്ത് പോയാലും ഒരുപാട് പേര് പാട്ടുകാരുണ്ട്. അപ്പൊ എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ അങ്ങനെ ഒരു എല്ലായിടത്തും പോയി അങ്ങനെ പാടാനോ, ഇപ്പൊ ഫ്ലൂട്ട് വായിക്കുമ്പോൾ ആൾക്കാരില്ലാത്തതുകൊണ്ട് വായിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വായിച്ചു പിന്നെ തെളിഞ്ഞു വന്നു അല്ലേ? അതാണ് അങ്ങനെ വന്നു. ഓക്കെ. അപ്പൊ കലോത്സവത്തിനൊക്കെ പങ്കെടുക്കാറുണ്ടോ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ? സ്കൂൾ, കോളേജ് അങ്ങനെ സമയത്ത് കലോത്സവങ്ങൾ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, നൈസ്. കലോത്സവങ്ങൾ കൂടി തന്നെയാണ് ബാക്കി ഇതൊരു എന്താണ് മെയിൻ ജോലിയായിട്ട് എടുക്കണം എന്നൊക്കെ. അതിൻ്റെ അകത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ടാവില്ല. നമുക്കിപ്പോ കുറച്ച് പ്രൈസ് കിട്ടിയാലും ഇല്ലെങ്കിലും, പക്ഷെ ആൾക്കാരൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ ഒരു കോമ്പറ്റീഷന് പോകുമ്പോഴൊക്കെ സ്കൂളിൽ നിന്നൊക്കെ എല്ലാവരും വരുന്ന അതൊക്കെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ അകത്ത് നിന്നൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ടാണ് പിന്നെ ഇത് മെയിൻ ജോലിയായിട്ട് എടുത്തത്. ഓക്കെ, നൈസ്. അപ്പോൾ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചേട്ടൻ ഈ ഒരു മേഖല തന്നെ ഒരു മെയിൻ പാഷനായിട്ട് എടുത്തതുകൊണ്ട് തന്നെ ചോദിക്കാണ് കേട്ടോ. പണ്ടത്തെ ഫ്രണ്ട്സൊക്കെ ശരിക്കും ഞെട്ടിയിട്ടുണ്ടോ? ചേട്ടൻ്റെ ആദ്യത്തെ സിനിമ ഇറങ്ങിയ സമയത്തും ആ ഒരു ഫസ്റ്റ് മൂവി തന്നെ സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയിരുന്നു. ആൻഡ് അപ്പോൾ അത്തരത്തിലുള്ള മെമ്മറീസ്, അല്ലെങ്കിൽ ശരിക്കും ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടിയപ്പോൾ ഫ്രണ്ട്സ് ആക്ച്വലി ഞെട്ടിപ്പോയായിരുന്നോ? സ്കൂളിലൊക്കെ പഠിച്ചവർ ഞാൻ തന്നെ ഞെട്ടിത്തിരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കേണ്ട അവസ്ഥയല്ലേ? അതല്ല, അങ്ങനെ നമുക്ക് തന്നെ അത് ഇങ്ങനെ ഒരു പ്ലാനിലൊന്നും അല്ല നമ്മൾ പറഞ്ഞതൊന്നും. അതെ, അപ്പം അതിൽ പിന്നെ ബാക്കി വർക്ക് ചെയ്യുന്നത് നന്നായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നു, പിന്നെ നമ്മൾ കുറച്ചുകൂടി ഇതിനകത്ത് ഈ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആണെന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഒരു സെൽഫ് ഒരു വാലിഡേഷൻ കിട്ടുന്നു, കുറച്ചുകൂടി ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അങ്ങനെ ബാക്കി അല്ലാതെ ഫ്രണ്ട്സിനെല്ലാരും പണ്ടോട്ടെ നമ്മൾ ഇത് ഒരുമാതിരിപ്പെട്ട ഫ്രണ്ട്സ് എല്ലാം തന്നെ മ്യൂസീഷ്യൻസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അവരെല്ലാരും ഇതിനകത്ത് തന്നെ. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. വളരെ നോർമൽ ആയിരിക്കും. നൈസ്. ഓക്കെ. ഈ റിയൂണിയൻ ടൈപ്പ് പരിപാടികൾ ഉണ്ടാവാറുണ്ടോ? അപ്പോ നിങ്ങൾ എല്ലാ ഗായകന്മാരും ഗായികമാരൊക്കെ കൂടി ഒരുമിച്ച് കൂടാറുണ്ടോ? റിയൂണിയൻസ് വളരെ കുറവാണ്. ഇപ്പൊ മിക്കവാറും ഞാൻ താമസം ചെന്നൈയിലാണ്. അപ്പം പിന്നെ ബാക്കിയുള്ളവരൊക്കെ പല സ്ഥലങ്ങളിലും എല്ലാവരും പിന്നെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് കാണുമ്പോഴൊക്കെ ഉണ്ട്. അങ്ങനെ അല്ലാതെ അങ്ങനെ ഓൾഡ് ബാൻഡ് മേറ്റ്സ് ആയിട്ട് അങ്ങനെ ജാമിങ്, റിയൂണിയൻ അങ്ങനത്തെ പരിപാടികളൊന്നും തൽക്കാലം കിട്ടാറില്ല ഇപ്പോൾ നടക്കുന്നത്. ശരി. അപ്പൊ എന്തായാലും ഏറ്റവും അടുത്ത് തന്നെ ഒരു റിയൂണിയൻ നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും. ഉണ്ടാവട്ടെ. അതെ, ഉറപ്പായിട്ടും. ആൻഡ് ഈ സമയത്ത് നമ്മൾ ഇനി അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. അപ്പം എന്തായാലും നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് മ്യൂസിക് കമ്പോസർ വിഷ്ണു വിജയുടെ ഈ മേഖലയിലേക്കുള്ള ഒരു വരവിനെ പറ്റിയിട്ടാണ് നമ്മൾ അറിഞ്ഞത്. ഇനി നമ്മൾ ഗപ്പി മൂവിയുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് കേട്ടോ. പക്ഷെ പാട്ടുകൾ അതിന് മുൻപ് വരുന്നുണ്ട്. കൂടെ നമ്മോടൊപ്പം വിഷ്ണു വിജയും ഉണ്ട് SK ഹോട്ട്സ്പോട്ടിൽ. 89.6 FM സർഗക്ഷേത്ര.
SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർക്കിക് ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറേയധികം കിഡിലൻ മൂവീസിന്റെ മ്യൂസിക് ഡയറക്ടറായ ഫ്ലൂട്ടിസ്റ്റായ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട വിഷ്ണു വിജയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ആൻഡ് വിഷ്ണു ചേട്ടാ, നമ്മൾ വീണ്ടും ഒരു കിഡിലൻ സ്വാഗതം പറയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് മുൻപേ ഈ സ്റ്റേറ്റ് അവാർഡിന്റെ കാര്യം ജസ്റ്റ് ഒന്നിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഫസ്റ്റ് ഒരു മൂവി, അതും ആ ഒരു മൂവിയുടെ ഒരു വിജയം ശരിക്ക് ആ ഒരു പാട്ടിൽ അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ തന്നെയായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഗപ്പി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ തനിയെ എന്നുള്ള പാട്ട് അതിന് കൂടെ തന്നെ വരും. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ എപ്പോൾ ഗപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ സ്പോട്ടിൽ പാട്ടുകളും അല്ലെങ്കിൽ അതിലെ മ്യൂസിക്കും ഒക്കെ കൂടെ തന്നെ വരും. ശരിക്കും ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ട് ചേട്ടന്റെ ലൈഫിൽ തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നോ അത്? നമുക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവും. ഭയങ്കര നമ്മൾ വർക്ക് ചെയ്തിട്ട് സ്റ്റേറ്റ് അവാർഡ് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ആദ്യ പടം നമുക്ക് ഈ സിനിമ എങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നുള്ള ടെൻഷനിലായിരിക്കും എല്ലാവരും. പടം ഫസ്റ്റ് ഡെബ്യൂട്ട് ചെയ്യുന്ന അതിന്റെ അകത്തും അത് കഴിഞ്ഞ് പിന്നെ പടവും അത്ര തിയേറ്ററിൽ അത്ര വർക്കായിട്ടും ഇല്ല. പയ്യൊക്കെയാണ് എന്റെ DVD OTT അല്ലായിരുന്നു. DVD ഒക്കെ ഇറങ്ങിയ സമയത്താണ് ഈ പാട്ട് പയ്യ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. മൂവി തന്നെ മൊത്തം പോപ്പുലർ ആയത് OTT റിലീസ് ചെയ്ത സമയത്താണ് അല്ലേ? അതാണ്. അപ്പൊ ഈ സ്റ്റേറ്റ് അവാർഡ് ഡിക്ലറേഷൻ ഒക്കെ പറഞ്ഞതിന് മുന്നേ തന്നെ പയ്യെ ഒരു ആകെ അടിപ്പോയ സാധനത്തിന്റെ അകത്തൊന്നും ഒന്നും ഇല്ലാത്ത ഒരു പാട്ട് പയ്യെ അതിന്റെ സ്പേസ് ഒക്കെ ചെയ്ത് വരുന്നതിന്റെ അകത്ത് ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ അത് എനിക്ക് ബാക്കി വന്നെല്ലാം ഭയങ്കര കുറച്ചുകൂടി റൂട്ടഡ് ആയിട്ടും ഗ്രൗണ്ടഡ് ആയിട്ടും അത് അക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ, നമ്മള് ഗപ്പിക്ക് ശേഷം നേരെ അമ്പിളി ആയിരുന്നോ നെക്സ്റ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത്? അമ്പിളി തന്നെയായിരുന്നു. അപ്പോ ശരിക്കും അമ്പിളിയിലേക്ക് വരുമ്പോ അതും വലിയൊരു എന്താ പറയാ, ഭയങ്കര ഒരു സ്പെഷ്യൽ മൂവിയാണ് എല്ലാവർക്കും. എസ്പെഷ്യലി ഈ ട്രാവലേഴ്സിനൊക്കെ ഹൈലി കണക്റ്റഡ് ആകുന്ന മൂവി. ആൻഡ് എന്താ പറയുക, നമുക്ക് പാട്ട് ആസ്വദിക്കുന്നവർക്ക് തന്നെ വലിയൊരു ട്രീറ്റ് ആയിരുന്നു ആരാധികയെ. ആൻഡ് അങ്ങനെയുള്ള ആ ഒരു മൂവിയിലെ എല്ലാ പാട്ടുകളും. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗപ്പിയുടെ പ്രഷർ മേ ബി ഈ അമ്പിളിയിലേക്ക് എഫക്ട് ചെയ്തായിരുന്നോ? കാരണം ഫസ്റ്റ് മൂവിയാണ്, നല്ല രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് കിട്ടി. ആൻഡ് രണ്ടാമത്തെ മൂവി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പ്രഷർ വരാൻ സാധ്യതയുണ്ട്. ഇത് എങ്ങനെയെങ്കിലും നമുക്ക് ബെസ്റ്റ് ആക്കണം എന്നുള്ളൊരു ടെൻഷൻ ഉയർന്നായിരുന്നോ? ഇല്ല, അങ്ങനെ പ്രഷർ ഇല്ലായിരുന്നല്ല. കാര്യം അത് ഗപ്പി 2016 കഴിഞ്ഞിട്ട് പിന്നെ 2019 ഈ പടം വരുന്നത്, ഈ അമ്പിളി പറഞ്ഞത്. അപ്പൊ അതിനുള്ളിൽ അത്രയും ഗ്യാപ്പുള്ളപ്പോ തന്നെ നമ്മൾ അങ്ങനെ പിന്നെയും ഒരു ഡെബ്യൂട്ട് വരുന്ന പോലെ തന്നെ അതിനുള്ളൂ. അപ്പൊ അത് അതുകൊണ്ടും ഈ പറഞ്ഞ പോലെ മാക്സിമം അതിനകത്ത് എനിക്ക് സംതൃപ്തി വരുന്നവരെ എല്ലാ പാട്ടിലും വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ആദ്യം ഗപ്പി തൊട്ടേ അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടാമതൊന്നിൽ അങ്ങനെ പ്രഷർ എന്നുള്ളതിനെങ്കിൽ എനിക്ക് നല്ലൊരു ഔട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ഹാർഡ് വർക്ക് തന്നെ അതിൻ്റെ അത് കൂടുതലുണ്ട്. ആക്ച്വലി ഈ മൂവി അല്ലെങ്കിൽ ഈ ഒരു പാട്ടുകൾ തന്നെ മലയാളികൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകളായിരുന്നു. ആൻഡ് അതിനുശേഷം പല ഇവന്റ്സിലാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ റീൽസിലൊക്കെ ആണെങ്കിൽ തരംഗമായിട്ട് മാറിയിട്ടുള്ള പാട്ടുകളാണ്. അതായത് റിലീസ് ചെയ്തതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ്, ഇപ്പോൾ റീട്രെൻഡിങ്ങിൻ്റെ കാലഘട്ടമാണല്ലോ. നമുക്കിപ്പോൾ നമ്മുടെ ജയചന്ദ്രൻ സാറ് പാടിയിട്ടുള്ള അതിരനിലെ ആട്ടുതൊട്ടിൽ എന്ന് പറയുന്ന സോങ് കുറച്ച് നാൾ മുൻപാണ് വീണ്ടും ട്രെൻഡിങ് ആയി മാറിയത്. അതുപോലെ തന്നെ വിഷ്ണു വിജയ് എന്ന് പറയുന്ന കമ്പോസറിൻ്റെ കുറേയധികം പാട്ടുകളും റീട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നായിരുന്നു. സോ ആ സമയത്ത് ശരിക്കും മറ്റേ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പ്രശംസിച്ചായിരുന്നോ? അതെ അതെ, ആരാധികയാണെങ്കിലും തനിയാണെങ്കിലും വീണ്ടും നമ്മൾ എപ്പോഴും എടുത്ത് കേൾക്കുന്ന, അതായത് ഇപ്പോൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പാട്ടുകൾ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ അത്തരത്തിലൊക്കെ കേൾക്കുന്ന സമയത്ത് ശരിക്കും ഈ ഒരു ഗൂസ് ബം മൊമെന്റ്സ് ഒക്കെ ആയിട്ട് വരാറുണ്ടോ? അല്ല, അങ്ങനെയല്ല. റീട്രെൻഡ് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കഴിഞ്ഞിട്ട് റിലീസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും ട്രെൻഡിങ്ങിന്റെ അകത്ത് സോങ് പിന്നെ വന്ന് വരുമ്പോ എന്താണ് ഇതിനകത്തുള്ളതെന്നുള്ള രീതിക്ക് നമ്മളൊന്നും കേൾക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഗൂസ് ബംസ് അങ്ങനെ അതിപ്പം അതൊക്കെ എത്രയോ കാലമായിട്ട് ഗൂസ് ബംസ് ഒരു വാക്കായിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറെ കാലമായിട്ട് വേറെ ആരെങ്കിലും പാട്ട് കേൾക്കുമ്പോഴേ ഇത് ഫീൽ ചെയ്യാൻ നോക്കും. കാരണം നമ്മൾ സ്വന്തം പാട്ടുകൾ ഇങ്ങനെ നമുക്കങ്ങനെ തോന്നുന്നു. മറ്റുള്ളവർക്കാണ് ഗൂസ് ബംസ് കൊടുക്കാറ്, നമ്മൾ സ്വയം ആവാറില്ലാന്ന്. നമുക്ക് നമ്മളെ പാട്ടുകൾ കേൾക്കുമ്പോ അങ്ങനെ തോന്നൂല, വേറെ ആൾക്കാരുടെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഓക്കെ, നൈസ്. എന്തായാലും വിഷ്ണു വിജയുടെ പാട്ടുകൾ ഞങ്ങളെ പുളകിതരാക്കാറുണ്ട്, അത് മതി. അതെ, എല്ലാരും അങ്ങനെ ഇതൊരു മ്യൂച്വലി അങ്ങനെ പോട്ടെ, അതാണ്. യെസ്, അപ്പോൾ എന്തായാലും ഇനിയും നമ്മൾ കുറേയധികം വിശേഷങ്ങൾ ഏറ്റവും സൂപ്പറായിട്ട് തന്നെ അറിയുന്നുണ്ട്. ഇന്നത്തെ SK ഹോട്ട്സ്പോട്ടിൽ വിഷ്ണു വിജയാണ് നമ്മോടൊപ്പം കൂടെയുള്ളത്. കേട്ടോണ്ടേയിരിക്കും സർക്കിക് ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർക്കിക് ക്ഷേത്ര.
SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. എന്നോടൊപ്പം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കുറേയധികം മെലഡീസിന്റെ ഒരു കിങ് തന്നെയാണ് കൂടെയുള്ളത്. മ്യൂസിക് കമ്പോസർ ആൻഡ് ഫ്ലൂട്ടിസ്റ്റ് വിഷ്ണു വിജയ്. നമ്മൾ ചേട്ടൻ്റെ അച്ഛൻ്റെ കാര്യം സൂചിപ്പിച്ചായിരുന്നു. അതായത് അദ്ദേഹം ഒരു കർണാട്ടിക് സിംഗറാണ്. ശരിക്കും അച്ഛൻ കുറെ ടിപ്സ് ഒക്കെ ഈ ഒരു മ്യൂസിക് ഫീൽഡിലേക്ക് വരുന്നതിന് മുൻപ് തന്നിട്ടുണ്ടായിരുന്നോ ചെറുപ്പത്തില്? അങ്ങനെ അച്ഛൻ പാട്ട് കമ്പോസ് ചെയ്യുമായിരുന്നു. അച്ഛൻ സിനിമകളല്ല, അച്ഛൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ കാസറ്റുകള്, പിന്നെ അങ്ങനെ ഒരുപാട് ഡിവോഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അച്ഛൻ കമ്പോസ് ചെയ്തിട്ടാണ്. ഞാനിത് അത് കണ്ടിട്ടാണ് ഞാനും വളർന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ടിപ്സ് ആയിട്ട് അങ്ങനെ ഷെയർ ചെയ്യുന്നില്ല. പക്ഷെ നമ്മളത് കണ്ടും കേട്ടും പിന്നെ വീട്ടിൽ പണ്ട് അച്ഛന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കീബോർഡ് പ്രോഗ്രാമിങ്ങിനൊക്കെ സാധനം അന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിനകത്തുനിന്നൊരു വീട്ടിൽ അച്ഛൻ തന്നെ അത് ആദ്യം കമ്പോസ് ചെയ്ത് വെച്ചിരുന്ന പാട്ട് പിന്നെ ഇവര് ഒന്ന് ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും വേറൊരു പാട്ടായിട്ടൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അടുത്ത് നിന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ. നമ്മളത് കണ്ടിട്ടുള്ളതുകൊണ്ട് അതാണ് മെയിനായിട്ടും ഈ ഇതിനകത്തൊരു ഡ്രൈവ് തന്നത്. അങ്ങനെയൊക്കെ ഒരു പാട്ടുണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഓർക്കസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് കേൾക്കുമ്പോഴുള്ള അതിന്റെ ഒരു ഒറിജിനൽ ഫീലിംഗ് കിട്ടുന്നത് അല്ലേ? അത് ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ശരിക്കും ഇത് എനിക്ക് മുന്ന് കമ്പോസ് ചെയ്ത് നോക്കണം എന്നൊക്കെ തോന്നി. പിന്നെ പറഞ്ഞ ബാക്കി നമ്മൾ കേട്ടുള്ള വലിയ കമ്പോസേഴ്സിന്റെ റഹ്മാന്റെയും അങ്ങനെയുള്ള കമ്പോസേഴ്സിന്റെ ഒക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നൊക്കെ തോന്നും. അങ്ങനെയാണ് ഈ കമ്പോസിങ് തുടങ്ങിയത്. ഓക്കെ, നൈസ്. അതുപോലെ ഓരോ മൂവിക്കും വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ടാവുമല്ലോ. കാരണം ഓരോ മൂവീസും ഓരോ ടൈപ്പാണ്, ഓരോ കഥകളാണ്, ഓരോ പാട്ടുകളാണ്, മൊത്തത്തിൽ എന്താ പറയാ, ഓരോരുത്തരുടെ ജീവിതമാണ്. സോ ശരിക്കും ഓരോ മൂവിക്ക് വേണ്ടിയും ചേട്ടൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്, ബിഹൈൻഡ് ദ സീൻസ് പോലെ? ബിഹൈൻഡ് ദ സീൻസ് പോലെ നമുക്ക് ആദ്യം തന്നെ സ്ക്രിപ്റ്റ് കേൾക്കുന്ന പടമൊക്കെ, പിന്നെ മെയിനായിട്ട് ഇതിന്റെ ഡയറക്ടറായിട്ടൊന്ന് അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരേ സ്പേസ് ആണോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും എപ്പോഴും. അപ്പൊ അത് കഴിയുമ്പോഴാണ് നമുക്ക് പയ്യെ എന്താണ് അവരുടെ ടേസ്റ്റ്, അവരുടെ വിഷൻ എങ്ങനെയാണ് എന്നുള്ളത്, അവരുടെ വിഷനെ മാച്ച് ചെയ്യുന്നതിന്റെ അകത്താണ് ഇതിന്റെ ഒരു സിനിമയുടെ മ്യൂസിക് കൂടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, അവരുടെ വിഷനെ മാച്ച് ചെയ്യാതെ. അപ്പൊ അതിലാണ് ആദ്യമായിട്ടും ഞാൻ എഫേർട്ട് ഇടുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ ഈസി ആയിരിക്കും. അവർ പറയാനൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു എഫേർട്ട് എടുക്കേണ്ടി വരില്ല. പിന്നെ പാട്ടിന്റെ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിന്റെ സ്പേസ് എന്താണ് എന്നൊക്കെ ഒന്ന് അത് ഡീകോഡ് ചെയ്ത് പറയാൻ എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും എന്തൊക്കെയോ കാര്യങ്ങൾ അതിന്റെ ഈ പറഞ്ഞ സ്ക്രിപ്റ്റിനകത്തും അതിന്റെ സിനിമാറ്റോഗ്രാഫി ചിലപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അല്ലെങ്കിൽ അതിന്റെ ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്യൂം ആണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ ആർട്ട് ആണെങ്കിലും, പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും, അതെല്ലാം കൂടി ചേർന്നിട്ടാണ് അതുകൊണ്ടാണ് ഇതൊരു ഭയങ്കര കൊളാബറേറ്റീവ് സ്പേസിൽ നിൽക്കുന്നത്. ഹോൾ ഔട്ട്പുട്ട് വരുന്നത് അതാണ്. അപ്പൊ അതുകൊണ്ട് സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് കുറച്ചൊക്കെ നമ്മൾ എടുക്കും. പക്ഷെ ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു സിനിമ തന്നെയാണ് നമ്മളെ പ്രിപ്പയർഡ് ആക്കണമെന്ന് തോന്നുന്നത്. ഉറപ്പായിട്ടും. യെസ്. അപ്പൊ എന്തായാലും ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ വിഷ്ണു വിജയ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി, മ്യൂസിക്കിനെ പറ്റി നമ്മളോട് സംസാരിക്കാനായിട്ട് പോവാണ്. ആൻഡ് കേട്ടോണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. അന്നയാണ് കൂടെയുള്ളത്. 89.6 FM സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot on സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മ്യൂസിക് കമ്പോസറും ഫ്ലൂറിസ്റ്റുമായിട്ടുള്ള വിഷ്ണു വിജയാണ് കൂടെയുള്ളത്. വിഷ്ണു ചേട്ടാ, നമുക്കറിയാം കുറേയധികം മൂവീസിലെ പാട്ടുകൾ, ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള ശവത്തുകുത്ത് പാട്ട് വരെയാണെങ്കിലും, അല്ലെങ്കിൽ പ്രാവിൻകൂട് ഷാപ്പ് വരെയാണെങ്കിലും, നമ്മുടെ മൂരി ആൻഡ് വിഷ്ണു വിജയ് കോമ്പിനേഷൻ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. സോ നിങ്ങളുടെ ഒരു ബോണ്ട് ശരിക്കും എത്ര നാൾ മുൻപല്ല, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്ര നാൾ മുൻപാണ് ആക്ച്വലി തുടങ്ങിയത്? 2020-21 ഞാൻ മൂസിനായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ചൊക്കെ തുടങ്ങുന്നത്. അപ്പൊ അത് ബേസിക്കലി ആദ്യം ഭീമന്റെ വീട് പാട്ടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ ഗപ്പി കഴിഞ്ഞ സമയത്ത് പണ്ട് ഗിരീഷ് ഗംഗാധരൻ എന്നെ ഇടയ്ക്ക് സിനിമാറ്റോഗ്രാഫർ ഗിരീഷ് വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ KL10 എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിനൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ മൂസിന് വേണ്ടിയിട്ടായിരുന്നു അത് വിളിച്ചിരുന്നത്. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഓണാവാനും അങ്ങനെ പിന്നെ അത് ആ വർക്ക് നടന്നില്ല. ഞാൻ അതിന്റെ അകത്തോട്ട് ഓൺ ബോർഡ് ആകാൻ പറ്റില്ല. മൂസിന് വിളിക്കേണ്ടി വന്നില്ല എന്ന് തോന്നുന്നു. അത് വേറെന്തൊക്കെ കാര്യം.
അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ ഭീമന്റെ വഴിക്കാണ് ഞങ്ങൾ കാണുന്നത്. എന്നിട്ട് കണ്ടിട്ടാണ് ഞാൻ നോക്കിയത് പറഞ്ഞു ഇങ്ങനെ പണ്ടപ്പോഴോ എൻക്വയറി ചെയ്തിരുന്നായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ സംസാരിച്ച് പിന്നെ തല്ലുമാല വന്നു. പിന്നെ അത് കുറച്ചേറെ പാട്ടുകൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. നല്ലൊരു സുഹൃത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചേർന്ന് നിന്ന് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ലൊരു സാഹിത്യകാരനുമാണ്. അപ്പൊ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. ഗുഡ് ക്രിയേറ്റീവ് പേഴ്സൺ. അപ്പൊ എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്റെ വർക്കിലും. ഒരു നമ്മൾ മ്യൂസീഷ്യനായിട്ട് ഇവോൾവ് ചെയ്യുന്നതിന്റെ അകത്തൊക്കെ മൂസിന്റെയും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരെയും ഇടപെടലുകളും എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ശരിക്കും വിരമിച്ചു വിഷ്ണു ചേട്ടൻ പറഞ്ഞതില് നമ്മുടെ ഭീമന്റെ വഴിയിലെ ഒരു തീ പാട്ട്, ആ പാട്ടിന്റെ ലിറിക്സ് ആണെങ്കിൽ തന്നെ എല്ലാതും ഒരു തീയിലാണ് അവസാനിക്കുന്നത് അല്ലെ, ലൈക് പ്രാസം. അതൊക്കെ ശരിക്കും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു. ആൻഡ് മ്യൂസിക്കും ചേർന്നപ്പോൾ പാട്ട് അങ്ങോട്ട് മിന്നി. അതുപോലെ നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടുള്ള കുറേയധികം സോങ്സ്, ഇപ്പോൾ പണിയിലെ മറനാട് പുള്ളേ, അതും വേറൊരു വൈബായിരുന്നു. അതുപോലെ നമ്മുടെ അലയെ സോങ് കാസർഗോൾഡിലെ, ശരിക്കും എല്ലാ ന്യൂജനിലേക്കും എത്താനായിട്ട് ഈ കോംബോന് ഒരുപാട് സാധിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അതാണ് മൂസിന്റെ ഇവരെല്ലാം മൂസിന്റെ ലിറിക്കിന്റെ ഒരു ഫ്രെയിമിങ്ങും ഇമേജറി ഒക്കെ ഭയങ്കര ഫ്രഷ്നെസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്. പിന്നെ ഞങ്ങൾക്ക് ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊരു ഗീവ് ആൻഡ് ടേക്ക് നടക്കുന്നുണ്ട്. മ്യൂസിക്കിലാണെങ്കിൽ പോലും ചില വരിക്ക് വേണ്ടി കുറച്ച് ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നുണ്ടല്ല. അപ്പൊ ഞാൻ മൂസിനുമായിട്ട് മാത്രമല്ല, ഒരു പാട്ടുണ്ടാക്കുന്ന ഇപ്പൊ അങ്ങനെ ആണല്ലോ, എല്ലാവരും ഒരാള് മ്യൂസിക്കിന് വേണ്ടി കുറച്ച് കോംപ്രമൈസ് അവർ ചെയ്യും, ലിറിക്സിനെ ഒരു കുറച്ച് കോംപ്രമൈസ് ചെയ്യും, അങ്ങനെയാണ് പോണത്. അപ്പം ആ ഒരു സ്പേസ് എത്തി എല്ലാവരുടെയും ബെസ്റ്റ് ഡെലിവർ ചെയ്യാനാണ് ഇപ്പൊ ഒരു പാട്ട് കൊണ്ട് ഒരു ടീം തന്നെ ഉദ്ദേശിക്കുന്നത് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരിലേക്കും കണക്ട് ആവുക. ചിലർക്ക് അതിന്റെ ലിറിക്സ് കിട്ടും, ചിലർക്ക് മ്യൂസിക്കിന്റെ വൈബ് കിട്ടും, ചിലപ്പം അതിന്റെ ഹോൾ ഇമോഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാരും ഓരോരു എൻജോയ് ചെയ്യുന്ന രീതികൾ ഭയങ്കര വേറെ തലത്തിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഉറപ്പായിട്ടും. ആൻഡ് നമ്മുടെ മുഹസിൻ സാറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ റൈറ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് അല്ലേ? അപ്പോ റൈറ്റിംഗ് കമ്പനിയിൽ നമുക്കൊരു കൊളാബ് പ്രതീക്ഷിക്കാമോ? വിഷ്ണു വിജയ് ആൻഡ് മുഹസിൻ പരാരിയുടെ ഒരു കൊളാബ് ഏറ്റവും അടുത്ത് തന്നെ പ്രതീക്ഷിക്കാമോ ഞങ്ങൾക്ക്? ഉറപ്പായിട്ടും. അത് പിന്നെ അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണല്ലോ. മടി കാരണം ഇങ്ങനെ തോന്നുന്നുള്ളത്, പക്ഷെ ഉടനെ തന്നെ സംഭവിക്കാം. മടി കാരണം ഇങ്ങനെ നീങ്ങി തോന്നുന്നേ ഉള്ളത്, പെട്ടെന്ന് തന്നെ നടക്കുന്നത്, എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യം. ഓക്കെ. അപ്പൊ എന്തായാലും മടിയൊക്കെ മാറ്റി നമുക്കൊരു കിടിലൻ പാട്ടൊക്കെ രണ്ടുപേരും ചേർന്നിട്ട് ഇങ്ങോട്ട് തന്നേക്കൂ. പക്ഷെ നമ്മുടെ റേഡിയോയിൽ ഇപ്പൊ വേറൊരു പാട്ട് വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് നമുക്ക് എല്ലാവർക്കും ചില്ല് ചെയ്തോണ്ടിരിക്കാം. വിഷ്ണു വിജയ് കൂടെ തന്നെയുണ്ട് SK ഹോട്ട്സ്പോട്ടിൽ. SK Hotspot. Welcome back to SK Hotspot on Sargak Kshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം തന്നെയാണ് കൂടെയുള്ളത്. ആൻഡ് ഇന്ന് നമ്മോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാണ് കൂടെയുള്ളത്. നമുക്ക് കുറേയധികം കിഡിലൻ മൂവീസ്, പാട്ടുകളും സൗണ്ട്സും ഒക്കെ സമ്മാനിച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് മ്യൂസിക് കമ്പോസറും ഫ്ലൂട്ടിസ്റ്റുമായ വിഷ്ണു വിജയ്. വിഷ്ണു ചേട്ടാ, നമ്മൾ കുറച്ചധികം സീരിയസ് ടോക്സിലേക്ക് ഇങ്ങനെ പോയതുകൊണ്ട് ഞാനൊരു ചെറിയ ടാസ്ക് കയറട്ടെ? അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പാടിപ്പിക്കാനായിരുന്നു. പക്ഷേ എനിക്കറിയാം കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്, സൗണ്ട് ഇത്തിരി പ്രശ്നമായതുകൊണ്ട് നമുക്ക് സംസാരത്തിൽ തന്നെ ഈ ടാസ്ക് തീർത്തേക്കാം. ഓക്കെ ആണോ? ഓക്കെ. പരിപാടി ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് വികാരങ്ങൾ അല്ലെങ്കിൽ കുറച്ചധികം മൂഡുകൾ പറയും. സന്തോഷം, സങ്കടം, അത്തരത്തിലുള്ള കുറച്ച് മൂഡുകൾ പറയും. അപ്പോൾ ഈ മോഡിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വിഷ്ണു വിജയ് മ്യൂസിക്കൽ ഏതാണെന്ന് വെച്ചാൽ സ്പോട്ടിൽ പറയാം. ഒരു റാപ്പിഡ് ഫയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഞാൻ ആക്ച്വലി ശരിക്കും ഇത് പണി തരാമെന്ന് വിചാരിച്ചത് സ്പോട്ടിൽ തന്നെ ഈ പാട്ടായിട്ട് പാടണമെന്നായിരുന്നു. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, നമുക്ക് പാട്ട് വരിയായിട്ട് പറഞ്ഞാൽ മതി. പ്രശ്നമില്ലല്ലോ? ഓക്കെ. അപ്പൊ എന്തായാലും വിഷ്ണു ചേട്ടന് വേണ്ടി ഞാൻ ആദ്യം തന്നെ തരുന്നത് ഭയങ്കര ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വേർഷനാണ്. റൊമാൻസ്. ഏത് പാട്ടാണ്? വേഗം വന്നോട്ടെ. റൊമാൻസ് പാട്ടായിട്ട് പോന്നോട്ടെ. ഷാപ്പിലെ ഒരു റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട്, കെടാതെ എന്ന് പറയുന്ന ട്രാക്ക്. അതാണ് ഇപ്പൊ റീസെന്റ് റൊമാൻസ് പാട്ടായിട്ട് മനസ്സിലായി. ഉറപ്പായിട്ടും ഞാൻ കുറച്ച് മുൻപേ കൂടി കേട്ടേയുള്ളൂ കെടാതെ സോങ്. സോ ഞാൻ അത് അപ്രൂവ് ചെയ്തിരിക്കുന്നു. അടുത്തത് അടിപൊളി വൈബ്. അടിപൊളി മൂഡ് ഇച്ചിരി പാടാണ്. തല്ലുമാല ആൽബം ഫുള്ളായിട്ട് അങ്ങനെ ഒരു വൈബ് ജനറേറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാണ് വർക്ക് ചെയ്തത്. ഓക്കെ. അപ്പൊ നമുക്ക് തല്ലുമാല മൊത്തത്തിൽ ആ ഒരു ആൽബം മൊത്തത്തിൽ ഡെഡിക്കേറ്റ് ചെയ്യാം. അതാണ് എന്റെ ഉദ്ദേശം. എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മതി അത് മതി, നമുക്കത് മതി. അതല്ലെങ്കിൽ പോലും നിങ്ങൾ ക്ഷമിക്കുക, അതെല്ലാം നിങ്ങൾക്ക്. ഓക്കെ. അടുത്തത് വിരഹം.
പെട്ടോ? കരയരുതേ മനമേ കരയരുതേ മനമേ. ഓക്കെ, നൈസ്. അടുത്തത് സാഡ്, വിഷമം. വിരഹവും ദുഃഖവും വേറെ വേറെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം തൽക്കാലത്തേക്ക്. അതിന്റെ അനുപല്ലവി വിട്ടു. ഓഹോ. അടുത്തത് മെലഡി. മെലഡി, ഓള മെലഡി. ഓള മെലഡി. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ഹാരിണി അല്ലേ? ശരി ശരി. അപ്പോ ഓള മെലഡി പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ച മറ്റൊരു കാര്യം. ശരിക്കും ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഹോൾ ആൽബം നമ്മൾ അടിപൊളിയായിട്ട് കുറച്ച് മുൻപേ റേറ്റിംഗ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും മൊത്തത്തിൽ മലയാളികൾക്കൊക്കെ പുതുമ നൽകിയിട്ടുള്ള ഒരു വേർഷൻ ആയിരിക്കും അല്ലേ? ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇത് ഒന്നുകൂടി ലൈക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും, ഈ സംഭവം എന്താണ് എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട്. അതായത് മൊത്തത്തില് ഒരു പ്രത്യേക, ഇപ്പോൾ പല സിനിമകളിലും പലതരം ജോണറുകളാണ്, അതുപോലെ പാട്ടിലും ഒരു സ്പെഷ്യൽ ജോണർ കൊണ്ടുവരാൻ വിഷ്ണു വിജയ്ക്ക് പറ്റിയിട്ടുണ്ടെന്ന് തല്ലുമാലയിലൂടെ നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും റാപ്പിഡ് ഫയർ നമ്മൾ ഇച്ചിരി സ്ലോ പേസിലാണെങ്കിലും കറക്റ്റ് സംഭവം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നു. ഓക്കെ, കേട്ടോണ്ടേയിരിക്കൂ SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. എന്നോടൊപ്പം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ വിഷ്ണു വിജയാണ് ഇന്ന് കൂടെയുള്ളത്. ആൻഡ് നമ്മൾ കിഡിലൻ റാപ്പിഡ് ഫയർ റൗണ്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ ക്ഷീണമൊന്നും മാറാൻ വേണ്ടി നമ്മൾ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അല്ലേ ചേട്ടാ? ഓക്കെ. ആൻഡ് ഇനി അടുത്തതായിട്ടേ, നമുക്കറിയാം ചേട്ടൻ ഒരു ഫ്ലൂട്ടിസ്റ്റ് ആണ്. കുറേയധികം സിനിമകളിൽ ഫ്ലൂട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ചേട്ടൻ്റെ എല്ലാ വർക്കുകളിലും ഈക്വലായിട്ട് എല്ലാ ഇൻസ്ട്രുമെൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഫ്ലൂട്ട് പോർഷൻ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യാതെ എല്ലാ സൗണ്ടിങ് അല്ലെങ്കിൽ എല്ലാ ഇൻസ്ട്രുമെൻസിനും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട്, പാർഷ്വാലിറ്റി ഇല്ലാതെ അൺബയാസ്ഡ് അല്ലാതെ കൊണ്ടുപോകാനായിട്ട് നോക്കുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അതാണ്, ഫ്ലൂട്ടിലെ സൗണ്ട് മാക്സിമം കുറച്ച് പിടിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, അതാണ് മെയിൻ. അങ്ങനെ ഒരു എന്താണ് ഒബ്സഷനോട് കൂടി അതിനെ ട്രീറ്റ് ചെയ്യാതെ ബാക്കിയുള്ളതിന്റെ ഇടയിൽ ഇത് നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശം ചെയ്യാറുണ്ട്. അതാണ്. അപ്പൊ അല്ലെങ്കിൽ പിന്നെ മറ്റേ എപ്പോഴും ഇത് തന്നെ കൂടി ഫ്ലൂട്ട്, മിക്കവാറും എന്റെ പടങ്ങളെല്ലാം തന്നെ ഫ്ലൂട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നത്. എല്ലാ പടത്തിലും ഞാൻ അത് ഏതെങ്കിലും ഒരു സൈഡിൽ എന്തെങ്കിലും വായിക്കാൻ പറ്റാതിരിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. കോൺഷ്യസ് ആണ് ആ കാര്യത്തിൽ അല്ലേ? അതെ, ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റ്സ് കുറച്ചുകൂടി സൗണ്ടിലേക്ക് വെക്കാൻ ശ്രമിക്കും. ഓക്കെ. ഫ്ലൂട്ട് അല്ലാതെ ചേട്ടൻ വായിക്കുന്ന അല്ലെങ്കിൽ ഇനി ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ? ട്രൈ ചെയ്യാൻ താല്പര്യം എല്ലാം ഒരു ചെറുതായിട്ടൊന്ന് ചുമ്മാ നമ്മളെ ഒരു മ്യൂസിക് ഷോറിലൊക്കെ പോവാണെങ്കിൽ പോലും എല്ലാ ഇൻസ്ട്രുമെന്റിലും ചുമ്മാ അങ്ങനെയൊക്കെ ഉള്ള ട്രൈകളേ ഉള്ളൂ. അതായത് സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ അത് പ്രോപ്പറായിട്ട് പഠിച്ച് വരാനായിട്ടുള്ളൊരു വൈബില്ല ഇപ്പൊ. അതിനുള്ള സമയം കിട്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ സിനിമയുടെ വർക്കുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം മിക്കവാറും വലിയ റിലീസുകളും അതിന്റെ എല്ലാം ഡെഡ് ലൈൻസും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഓട്ടം. അപ്പൊ അത് കാരണം ഇതൊന്നും ഒതുങ്ങി കഴിഞ്ഞാലേ ഇനി എന്തെങ്കിലും പുതിയ ഫ്രീ ടൈം കിട്ടുള്ളൂ, ക്വാളിറ്റി ടൈം നമുക്ക് തന്നെ കിട്ടുള്ളൂ അല്ലേ? അതാണ്. പക്ഷെ കുറച്ചുകൂടി ഗിറ്റാർ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട്. ഞാൻ ഗിറ്റാർ ചെറുതായിട്ടൊക്കെ വായിക്കും, പക്ഷെ അത് കുറച്ചുകൂടി അതിനായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പ്രാക്ടീസ് എടുത്തോണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. കൊള്ളാം, എന്തായാലും നല്ല കാര്യം. ഏറ്റവും അടുത്ത് തന്നെ ഒരു കിടലൻ ടൈമൊക്കെ കിട്ടി, ഗിറ്റാറൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് പ്ലേ ചെയ്യാനായിട്ട് പറ്റട്ടെ. ആൻഡ് ഫ്ലൂട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് കേട്ടോ, നല്ല രീതിയിൽ ബ്രെത്ത് കൺട്രോൾ വേണ്ട ആൾക്കാരാണ് ഫ്ലൂട്ടിസ്റ്റ്. ശരിക്കും നല്ല ബുദ്ധിമുട്ട് തന്നെയല്ലേ? അങ്ങനെയല്ല, ഞാൻ ചെറുപ്പത്തിലെ പഠിച്ചോണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ തോന്നുന്നില്ല. ചെറുപ്പത്തിലെ ഫ്ലൂട്ട് വായിക്കുന്നതുകൊണ്ട് അതങ്ങനെ അത്തരത്തിൽ അങ്ങോട്ട് എഫക്ട് ചെയ്തിട്ടില്ല. കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാം. എല്ലാ പ്ലേയേഴ്സിനും അങ്ങനെ തന്നെ ആയിരിക്കും. അത് എല്ലാ ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ അത് നമുക്ക് ഈസി ആയി തുടങ്ങും. അത് നൈസ്. ഓക്കേ, ശരി ശരി. നമ്മൾ എന്തായാലും ഇനി ചേട്ടന്റെ ഫാമിലിയെ പറ്റിയിട്ടും അതുപോലെ കുറച്ചധികം ഹോബീസിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ പാട്ടുകൾ ഈസ് ഓൺ ദി വേ. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. നമ്മോടൊപ്പം ഈ ഞായറാഴ്ചയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക് വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട വിഷ്ണു വിജയാണ്. വിഷ്ണു ചേട്ടാ, ഞാൻ കുറച്ച് മുൻപേ സംസാരിച്ച പോലെ ഇനി ചേട്ടൻ്റെ ഫാമിലിയെ പറ്റിയിട്ടൊന്ന്
പറയാമോ ആരൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ? എന്റെ ഭാര്യയുടെ പേര് പൂർണിമ. ഓക്കെ. പൂർണിമയും ഞാനും ചെന്നൈയിലാണ് താമസം. നൈസ്. ഓക്കെ. ചേട്ടൻ ശരിക്ക് നാട് എവിടെയാണ്? ഞാൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരംകാരനാണ്. ഓക്കെ. തിരുവനന്തപുരംകാരനാണ്. ചെന്നൈയിലേക്ക് വന്നിട്ട് കുറെ അധികം നാളായിരുന്നോ? കുറച്ച് വർഷമായി. ഓക്കെ. നൈസ്. ഏകദേശം 2011 തൊട്ടൊക്കെ ഞാൻ ചെന്നൈ തന്നെയാണ്. ആഹാ. ഓക്കെ. അപ്പൊ നാട്ടിലേക്ക് വരവ് കുറവാണോ അതോ റീസെന്റ് വന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ കൊച്ചിയിലുണ്ട്. കഴിഞ്ഞ കുറച്ച് പ്രാങ്കൂർ ഷാപ്പിന്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ വന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്തൊക്കെ പോയി, വീട്ടിലൊക്കെ പോയി. അങ്ങനെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നാളെ മറ്റന്നാളോ ആയിട്ട് ചെന്നൈക്ക് പോകണം. പോയി നേരെ ആലപ്പുഴ ജിംഖാനയുടെ പണി തുടങ്ങും. ഓക്കെ. ചെന്നൈ എന്ന് പറയുമ്പോ തന്നെ പെട്ടെന്ന് നമുക്ക് വിനീത് ശ്രീനിവാസൻ ഓർമ്മ വരുന്നു. അതങ്ങനെയായി പോയി. കാരണം ഇപ്പൊ ചെന്നൈ എന്ന് ഞാൻ പറയാറില്ല, പക്ഷെ എന്നാലും ശരിക്കും ചെന്നൈ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു വിനീത് ശ്രീനിവാസൻ എന്നുള്ള ഒരു പേര് കൊടുക്കേണ്ട അവസ്ഥയല്ലേ? അതാണ് ഇപ്പൊ അത് അങ്ങനെ. അത് എനിക്കും തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ചെന്നൈ, ഞാൻ ഇപ്പൊ ചെന്നൈ പോകുന്നൊക്കെ പറയുമ്പോ ആൾക്കാർ ഇങ്ങനെ അങ്ങനെയാണോ നോക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഓക്കെ, ചെന്നൈക്കും അത് നല്ലൊരു കാര്യമല്ലേ, ചെന്നൈക്ക് അങ്ങനെ ഒരു അഡ്രസ് കിട്ടിയെങ്കിൽ. അതെ അതെ, ഉറപ്പായിട്ടും അടിപൊളി കാര്യമല്ലേ. യെസ്. ഇനി നമ്മൾ ചേട്ടന്റെ കുറച്ച് ഇൻട്രസ്റ്റുകളെ പറ്റിയിട്ടാണ് അറിയുന്നത് കേട്ടോ, അറിയാൻ താല്പര്യമുള്ളത്. ലൈക്ക് ഹോബീസ്, എന്തെങ്കിലും പാട്ടല്ലാതെ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആളാണോ? ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. കണ്ടതിൽ വെച്ച് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു എല്ലാവർക്കും നമുക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതായിരിക്കും പെട്ടെന്ന് ചോദിച്ചാണ്? യാത്ര ചെയ്യാനോ? യെസ്. അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ഞാനും ഇതുപോലെ ഓരോരുത്തന്നൊക്കെ ഓരോ കഥകൾ കേട്ടിട്ട് അവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച സമയം സാമ്പത്തികമൊക്കെ വെക്കുമ്പോ പോക്കേ ഉള്ളല്ലോ. അത് ഈ സ്ഥിരമായി പൊക്കോണ്ടിരുന്ന അങ്ങനെ സജസ്റ്റ് ചെയ്യാനായിട്ട് ഇതിനുള്ളൊരു ഇതില്ല. പക്ഷെ അതായാലും ഇഷ്ടമുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകണമെന്ന് തന്നെയാണ് എല്ലാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഉപദേശം. അപ്പൊ അത് തന്നെ അങ്ങനെ പാസ് ചെയ്യുന്നു. അതെന്തായാലും കൊള്ളാം. നല്ലൊരു അഡ്വൈസ് ആണ്, നല്ലൊരു ടിപ്പാണ്. ശരിക്കും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെല്ലാം, അതാണ് ടിപ്പ്. അതാണ് നമ്മളെല്ലാരും അങ്ങനെ തന്നെ ചെയ്യാറുള്ളതും കേട്ടിട്ടുള്ളതും. പിന്നെ അതങ്ങനെ ചെയ്യാൻ. അതെ, ഉറപ്പായിട്ടും. ആൻഡ് വിഷ്ണു ചേട്ടാ, വേറെ ഏതെങ്കിലും ഹോബീസിൽ താല്പര്യമുണ്ടോ? വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റുകൾ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇൻട്രസ്റ്റ് അങ്ങനെ ഇല്ല. അങ്ങനെ ഹോബീസ് ആയിട്ട് എന്താണ് ഇപ്പൊ സാധാരണ മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അത് ഇപ്പൊ ഒരു ജോലിയായിട്ട് വന്ന സമയത്ത് പിന്നെ അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം കിട്ടുന്ന ഡ്രൈവ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോൾ കഴിയുന്നത്ര പാട്ട് കേൾക്കാതെ ഡ്രൈവ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഹോബി. ആഹാ, അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഹോബിയാണ്. കൊള്ളാം. ശരി ശരി. അപ്പോ അതൊക്കെയാണ് പരിപാടികൾ അല്ലേ? അതെ. യെസ്. അതുപോലെ എനിക്കൊരു മറ്റൊരു കാര്യം കൂടി അറിയാനുണ്ട്. ഉറപ്പായിട്ടും കമ്പോസേഴ്സ് ആകുമ്പോൾ നമ്മൾ കുറേയധികം ടെൻഷൻ ആവും, സ്ട്രെസ് ആവാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ എല്ലാവർക്കും. പക്ഷേ ചേട്ടൻ സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് കാണുന്നത് എന്താണ്? ആക്ച്വലി ഇപ്പോൾ ഫുഡി ആയിട്ടുള്ള ആളുകളുണ്ടാവും, അപ്പോൾ അവർ നല്ല കിടിലൻ ഫുഡൊക്കെ കഴിക്കും. ചേട്ടൻ എന്താണ് ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് കൊണ്ട് നടക്കാറുള്ളത്? വണ്ടി ഓടിക്കാൻ പോവും. ഡ്രൈവിംഗ് ആണ്. പൂർണ്ണിമ എന്റെ അടുത്ത് ആക്ഷൻ കാണിച്ചിരുന്നു, വണ്ടി ഓടിക്കാൻ പോവും. അത് തന്നെ. അപ്പൊ അത് തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ എനിക്കിങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി റിലീഫ് ആകും. അപ്പൊ കുറച്ച് 10 ആൾക്കാരെ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ പരിചയമില്ലാത്തവരെ കണ്ടുവന്നല്ലേ? പരിചയമില്ലാത്ത 10-15 ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് മോളിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി വരുമ്പോ ഒന്ന് കറങ്ങി വരാ, അത്രേ ഉള്ളൂ. രസം ഉണ്ടാവും. നൈസ്. ഓക്കെ. അപ്പോൾ പലർക്കും പലതരത്തിലാണ്. അതുകൊണ്ട് ഞാൻ വിഷ്ണു ചേട്ടന്റെ എസ്പെഷ്യലി ഈ മ്യൂസിക് കമ്പോസേഴ്സിന്റെ സ്ട്രെസ് ബസ്റ്റർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, വിഷ്ണു ചേട്ടൻ്റെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി കുറേയധികം കമ്പോസേഴ്സിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള വിഷ്ണു ചേട്ടന്റെ കുറച്ചധികം എക്സ്പീരിയൻസുകൾ നമ്മൾ അറിയുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുകൊണ്ടേയിരിക്കൂ SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. SK ഹോട്ട്സ്പോട്ടിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം വിഷ്ണു വിജയാണ്. അദ്ദേഹം മ്യൂസിക് കമ്പോസറും നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഫ്ലൂട്ടിസ്റ്റുമാണ്. വിഷ്ണു ചേട്ടാ, കുറച്ച് മുൻപേ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടൻ കുറേയധികം ലിവിങ് ലെജൻസിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ GV പ്രകാശ് കുമാർ ആവട്ടെ, വിജയ് ആന്റണി ആവട്ടെ, സന്തോഷ് നാരായണൻ ആവട്ടെ, നമ്മുടെ സ്വന്തം വിദ്യാസാഗർ സാർ ആവട്ടെ, അങ്ങനെ കുറേയധികം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മ്യൂസിക് കമ്പോസേഴ്സിനോട് കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ഇവരിൽ നിന്നൊക്കെ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മറക്കാനാവാത്ത എക്സ്പീരിയൻസുകൾ തന്നെയാണ് എല്ലാം. പക്ഷെ അങ്ങനെ അതിന്റെ അകത്തുനിന്ന് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനായിട്ട് അങ്ങനെ ഇല്ല. പക്ഷേ എല്ലാം സ്പെഷ്യൽ ആണെന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? എല്ലാവരുടെയും കൂടെ റെക്കോർഡിങ്ങിന് പോകുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് കുറച്ചൊരു വലിയ നമ്മള് പണ്ട് നാട്ടിനൊക്കെ ഞാൻ സിംഗം 3-ലും സിംഗം 2-ലൊക്കെ വർക്ക് ചെയ്തിരുന്നു. സിംഗം 1-ന്റെ ഒക്കെ പോസ്റ്റേഴ്സ് ഒക്കെ നാട്ടിൽ നിന്നൊക്കെ കണ്ടിരുന്ന ആണ്. അപ്പൊ അങ്ങനെ നമ്മളത്ര വലുതായിട്ട് കണ്ടിരുന്ന പ്രോജക്റ്റുകളിലേക്ക് ഇവര് വഴിയാണ് നമുക്ക് അസോസിയേറ്റ് ചെയ്യാനുള്ള അവസരം കഴിക്കുന്നത്. അപ്പൊ
അങ്ങനെ ഇപ്പൊ സന്തോഷ് നാരായണന്റെ കൂടെ ആണെങ്കിൽ പുള്ളിക്കാരന്റെ ചെറിയ പടങ്ങൾക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളി ഓൾറെഡി വലിയ വലിയ പടങ്ങൾ കമ്മിറ്റ് ചെയ്ത് വലിയ വലിയ പോകുമ്പോഴും പുള്ളി എപ്പോഴും നമ്മളെ അതിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ഉള്ള എന്റെ ജോലിക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുള്ള കമ്പോസേഴ്സ് ആണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ മ്യൂസിക്സും. ഓക്കെ. അതുപോലെ ചേട്ടാ, മ്യൂസിക് ഫീൽഡിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്, ശരിക്കും അഡോർ ചെയ്യുന്നത് ആരുടെ വർക്ക് ആയിരിക്കും? അത് ഒരാളുടെ പേര് പറഞ്ഞേ മതിയോ കേട്ടോ, ഇത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എ ആർ റഹ്മാൻ ഫേവറേറ്റ് ആണല്ലേ? പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ പറ്റട്ടെ. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് എ ആർ റഹ്മാന്റെ? ചിക്ക് ബുക്ക് റയിലെ. ഓ, വൈബാണ്. ഞാൻ സത്യം പറഞ്ഞ പ്രതീക്ഷിച്ച ഒരു മെലഡി ആയിരുന്നേ. അതും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഇപ്പൊ റഹ്മാൻ സാറിന്റെ ഒരു പാട്ട് നമുക്ക് ഇഷ്ടമുള്ള പറയാൻ പറഞ്ഞാൽ എന്ത് പറയും, പെട്ടെന്ന് പറഞ്ഞാലും പ്രശ്നം, പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിലും പ്രശ്നം. അതെ 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 അതെ, ശരിയാണ്. എന്തായാലും എ ആർ റഹ്മാൻ സാറിനോടൊപ്പം തന്നെ ഏറ്റവും സൂൺ തന്നെ, SU സൂൺ എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും അടുത്ത് തന്നെ വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ വിഷ്ണു ചേട്ടൻ പറഞ്ഞ പിന്നെ അപ്പീലില്ല, നേരെ പാട്ടിലേക്ക് പോകുന്നു. പാട്ടുകൾക്ക് ശേഷം SK ഹോട്ട്സ്പോട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തും. കൂടെ അന്നയുണ്ട് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കുറേയധികം മൂവീസിന്റെ മ്യൂസിക് ഡയറക്ടറാണ് ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് വിഷ്ണു വിജയ്. വിഷ്ണു ചേട്ടാ, കുറച്ച് നാൾ മുൻപേ നമ്മുടെ M ജയചന്ദ്രൻ സാറ് പറയണ്ടായി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെലഡീസിൽ ഒന്നാണ് ഈ ആരാധികെ എന്ന് പറയുന്ന സോങ്. ശരിക്കും M ജയചന്ദ്രൻ സാറിനെ പോലെയുള്ള ഒരു വ്യക്തി അങ്ങനെ പറയുമ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഒരു ബിഗസ്റ്റ് അപ്രിസിയേഷൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ചേട്ടന് ഇതല്ലാതെ വേറെ ആര് പറഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് വർക്ക് തന്നെ ആവട്ടെ, ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ ചേട്ടൻ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത് ആരുടെ ആയിരിക്കും? ഈ വർക്ക് കേട്ടിട്ട് ഓ നൈസ് ആയിട്ടുണ്ട് കേട്ടോ വിഷ്ണു എന്ന്. എന്റെ എല്ലാ പാട്ടുകളും കേൾപ്പിക്കുമ്പോ അച്ഛൻ ഇഷ്ടമായിരുന്നു. അപ്പൊ അത് എനിക്ക് ഭയങ്കര, അച്ഛൻ അത് ഇഷ്ടപ്പെടുമ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ. വേറെ അല്ലാണ്ടുള്ളത് നോർമലി ഉള്ളതേ ഉള്ളൂ. നൈസ്. ഓക്കെ. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ചെറുപ്പം തൊട്ടേ, കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു കർണാട്ടിക് സിംഗർ ആണ്. സോ പാട്ടിന്റെ ഏതൊരു മേഖലയിലേക്ക് പോവാണെങ്കിലും അത്തരത്തിലുള്ളൊരു അഡ്വൈസ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഒക്കെ നടത്താറുണ്ടോ? അങ്ങനെ നടത്താറുണ്ട്. ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട പാട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ പഠിക്കേണ്ട രാഗങ്ങൾ, കീർത്തനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അച്ഛൻ സജസ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നെ പാട്ടിന്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അച്ഛൻ കുറച്ച് അതിന്റെ ഒരു എല്ലാത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റുകൾ എങ്ങനെ, അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് സജഷൻസ് ഒക്കെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. നൈസ്. ഓക്കെ. അപ്പൊ എന്തായാലും അച്ഛൻ എപ്പോഴും ഒരു ബെസ്റ്റ് അഡ്വൈസറായി, മെന്ററായിട്ട് വിഷ്ണു ചേട്ടന്റെ ലൈഫിൽ ഇനിയും കുറേ അധികം മാറ്റങ്ങൾ, അല്ലെങ്കിൽ പാട്ടുകളിലാണെങ്കിലും നല്ല കിടലൻ സജഷൻസ് ഒക്കെ നൽകാനായിട്ട് പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. പാട്ടും കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നമ്മൾ ഒരു കിടലൻ കാര്യം തന്നെ അറിയാനായിട്ട് പോകുന്നുണ്ട് നമ്മുടെ വിഷ്ണു ചേട്ടന്റെ അടുത്ത് നിന്ന്. ഓക്കെ, കേട്ടോണ്ടേയിരിക്കൂ. SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മ്യൂസിക് കമ്പോസർ, ഫ്ലൂട്ടിസ്റ്റ് വിഷ്ണു വിജയ് ആണ് ഇന്ന് എന്നോടൊപ്പം SK ഹോട്ട്സ്പോട്ടിൽ എത്തിയിരിക്കുന്നത്. വിഷ്ണു ചേട്ടൻ ഓൾമോസ്റ്റ് എല്ലാ മൂവീസിനും പാട്ടുകളും കമ്പോസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്കോറും ചെയ്തിട്ടുണ്ട് സെയിം മൂവിയുടെ. അപ്പോ ഇതിൽ രണ്ടിലും വെച്ച് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ഏതാണ്? ശരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് പാട്ടുകൾക്കാണോ അതോ മൂവിയുടെ സ്കോറിന് വേണ്ടിയിട്ടാണോ? കൂടുതലും ചില പടങ്ങൾക്കാണ് ഞാൻ മുന്നേ തന്നെ പാട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ തല്ലുമാലയ്ക്കൊക്കെ ഒരുമാതിരി പാട്ടുകൾ റെഡിയായിരുന്നു കുറച്ച് ഷൂട്ടിന് മുന്നേ തന്നെ. അതുപോലെ അമ്പളിക്ക് റെഡിയായിരുന്നു. പിന്നെ ഇതിൽ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് നായാട്ടിൽ ഒരു പാട്ട്, ഫസ്റ്റിലത്തെ ഒരു കല്യാണ പാട്ട് മാത്രം, അപ്പലാളെന്ന് പറഞ്ഞ പാട്ട് റെഡിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു അന്തോണിദാസൻ പാടിയൊരു പാട്ടൊക്കെ ഉണ്ട്, മറുകര തേടും എന്ന് പറഞ്ഞിട്ട്. അത് ആ പടത്തിന്റെ സ്കോറിന്റെ ഇടയ്ക്കാണ്, ചെയ്തു പോകുന്ന വഴിക്കാണ് ആ പടത്തിന്റെ ആ പാട്ട് വരുന്ന സ്ഥലത്തെത്തും. അപ്പൊ പിന്നെ ആ പാട്ട് കമ്പോസ് ചെയ്യും, പിന്നെ ബാക്കി സ്കോർ കണ്ടിട്ട് അങ്ങനെ ഒരു ലീനിയർ പാറ്റേൺ എപ്പോഴും പിടിക്കാറുണ്ട്. അപ്പം ഈ പ്രേമലുമൊക്കെ വർക്ക് ചെയ്തപ്പോൾ അങ്ങനെയാണ്, ഓരോ സോങ് വരുന്നതിന്റെ ഏരിയ അനുസരിച്ച് പാട്ട് ചെയ്യും, ബാക്കി സ്കോർ ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പടത്തിന് ടോട്ടലായിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുക എന്നുള്ളതിലാണ് ഇപ്പോഴത്തെ ഒരു ശ്രദ്ധ. അല്ലെങ്കിൽ ഒരുപാട് കൂടുതൽ പണിയുള്ള പോലെ നമുക്ക് തന്നെ തോന്നി, പാട്ട് ചെയ്യണം, സ്കോർ ചെയ്യണം, അങ്ങനെ. അതുകൊണ്ട് മൊത്തത്തിൽ ഇപ്പൊ അതിനെ ഒന്ന് ഒറ്റൊരു സൗണ്ട് ട്രാക്ക് ആയിട്ട് കാണാൻ ആദ്യം അങ്ങനെ ഒരു പരിപാടി ഇപ്പൊ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പല പല ബ്രാഞ്ചസ് ആയിട്ട് വയ്ക്കുമ്പോൾ പിന്നെയും കുറച്ചുകൂടി ഈസി ആയിട്ട് വർക്ക് ഫ്ലോയും നടക്കുന്നുണ്ട്.
പടത്തിലേക്കും കുറച്ചുകൂടി ഒട്ടുന്ന പോലെ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വർക്ക് ഫ്ലോയാണ് ഇപ്പൊ പിടിക്കുന്നത്. അതുകൊണ്ട് അതിനകത്തൊരു വ്യത്യാസം പിടിക്കാൻ മനസ്സിലാവണില്ല. പാട് എല്ലാം പാടാണ്, എല്ലാം ചില സമയത്ത് വളരെ എളുപ്പമാണ്. ഓക്കെ. അതുപോലെ ചേട്ടാ, ഇപ്പൊ കുറെ അധികം ഇന്റർവ്യൂസിലാണെങ്കിലും ചേട്ടൻ മേ ബി ഓൾമോസ്റ്റ് കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും നമ്മുടെ പ്രേമലൂലെ പാട്ടുകളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അതിലെ സൗണ്ടിങ്ങിനെ പറ്റിയിട്ടൊക്കെ. ശരിക്കും നമ്മുടെ മിനി മഹാറാണി എന്ന് പറയുന്ന പാട്ടിലെ ഓരോ സൗണ്ടും ശരിക്കും നമ്മൾ ഡെയിലി ലൈഫിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ട്രാവലറിൻ്റെയോ അല്ലെങ്കിൽ ബസ്സിൻ്റെ ഹോണൊക്കെയാണ്. പക്ഷെ നമ്മളതൊരു പാട്ടിലേക്ക്, ആ ഒരു വൈബിലേക്ക് മാറ്റുന്നത് ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു ഐഡിയ വന്നേ? അത് ഇപ്പം എനിക്ക് ആ സൗണ്ട് ട്രിപ്പിംഗ് സാധനം ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ എന്തും ഇപ്പൊ നമുക്ക് ഇത് ഞാൻ തല്ലുമാലയിലും കുറച്ച് ഇപ്പൊ അതിന്റെ സൗണ്ട് ട്രാക്കുകളിലും നമുക്ക് ഈ കാറിന്റെ ലോക്ക് ചെയ്യുന്ന സൗണ്ട്, റെജി അതായത് ഷൈൻ ടോം ചക്കന്റെ ക്യാരക്ടർ വരുമ്പോഴൊക്കെ ആ ഒരു കാർ പാർക്കിങ്ങിൽ നിന്നിട്ട് അപ്പൊ അത് അങ്ങനത്തെ സൗണ്ട് ട്രിപ്പിംഗ് സൗണ്ടുകളൊക്കെ യൂസ് ചെയ്ത് മ്യൂസിക്കിലേക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത്. പിന്നെ റോഡ് ട്രിപ്പിന്റെ ഭാഗമായിട്ടൊരു വൈനോട്ട് ഒരു എന്തെങ്കിലും ഒരു ഹോണിന്റെ ഒരു സൗണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അതിന്റെ ഒരു ബേസിന് അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അതായത് അതിന്റെ ബേസിൽ ഒരു ചെറിയ ഭയങ്കര റേസ് ചെയ്ത് വരുന്ന പോലെയാണ്. അപ്പം എനിക്കതൊരു നമ്മളിങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ തോന്നണം എന്നുള്ളൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടിയാണ് ആ ട്രാക്കിനകത്ത് അങ്ങനെ ഒരു മൊത്തത്തിൽ അങ്ങനെ സൗണ്ടിങ്ങും സെറ്റ് ആക്കിയത് അല്ലേ? ആ സൗണ്ട് സെറ്റ് ആവുന്നത് അങ്ങനെ. ശരി. എന്തായാലും നമുക്ക് അതൊക്കെ, അതായത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഒന്നുമില്ലെങ്കിൽ ആ പാട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു സൈഡെങ്കിലും കൊടുക്കാമല്ലോ, വേറെ പുറകിന് വണ്ടിയൊന്നും ഇല്ലെങ്കിൽ. ഉറപ്പായിട്ടും. അതെ. അപ്പൊ എന്തായാലും വഴി മാറാൻ നമുക്ക് സൈഡിൽ കൂടെ മിനി മഹാറാണി പ്ലേ ചെയ്താൽ മതി അല്ലേ? സൈഡ് കൊടുക്കുക. അപ്പൊ എന്തായാലും ഇപ്പോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചോളൂ. നമ്മളൊരു പാട്ടും കേട്ട് തിരിച്ചെത്തുന്നുണ്ട്. SK ഹോട്ട്സ്പോട്ടിൽ കൂടെയുള്ളത് അന്നയാണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. Once again, welcome back to SK Hotspot on Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഈ ഞായറാഴ്ചയിൽ SK ഹോട്ട്സ്പോട്ടിൽ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട, നമുക്ക് കുറേയധികം കിഡിലൻ പാട്ടുകൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ, അതുപോലെ ഫ്ലൂട്ടിസ്റ്റ് വിഷ്ണു വിജയാണ് കൂടെയുള്ളത്. വിഷ്ണു ചേട്ടാ, നമ്മുടെ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയായി. ഏകദേശം നമ്മുടെ SK ഹോട്ട്സ്പോട്ടിൻ്റെ സമയം ഇവിടെ തീരാറായിട്ടുണ്ട്. അപ്പോൾ ഫൈനലി എനിക്ക് അറിയാനുള്ളൊരു കാര്യം, ചേട്ടൻ്റെ ഇനി വരാൻ പോകുന്ന പ്രൊജക്ട്സിനെ പറ്റിയിട്ടാണ്. ഏതൊക്കെയാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യേണ്ട പ്രൊജക്ട്സ് ഇനി? എന്റെ വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഖാലിദ് റഹ്മാൻ ഡയറക്ട് ചെയ്യുന്ന ആലപ്പുഴ ജിംഖാനയാണ്. ഓക്കെ. നസ്ലിൻ ഒരു ബോക്സിംഗ് ചാമ്പ്യനൊക്കെ ആയിട്ട് വരുന്ന മൂവി അല്ലേ? അതെ. ഓക്കെ. അതിലും നമുക്ക് തല്ലുമാലയുടെ കുറച്ച് വേർഷൻസ്, വേറെ തരത്തിലുള്ള വേർഷൻസ് പ്രതീക്ഷിക്കാമോ? ഇല്ല, അത് നമുക്ക് ആർക്കും ആ ഒരു ബാഗേജ് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളും വർക്ക് ചെയ്യുന്നത്. അപ്പം അതല്ലാണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാണ്. പടം ഒരു സ്പോർട്സ് കോമഡി ജോണറിലാണ് പടം ഉള്ളത്. അപ്പം വലിയൊരു നമ്മള് അങ്ങനെ എന്താണ് ഹാർഡ് കോർ ബോക്സിങ്ങിന്റെ ഒരു സാധനമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഫണ്ണ് നിർത്തിക്കൊണ്ടാണ് അത് റഹ്മാൻ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് പറ്റുന്ന ഒരു പാട്ടുകളൊക്കെ സെറ്റാക്കാൻ വേണ്ടി ഞാനും സുഹൈൽ കോയയുമായിട്ട് ഇന്നിതാ പണി തുടങ്ങുകയായി. ഓ നൈസ്. അപ്പൊ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ അപ്ഡേറ്റും നമുക്ക് ഫൈനലി കിട്ടിയിട്ടുണ്ട്. സോ നസ്ലിൻ ഒരു കിഡിലൻ ബോക്സർ ആയിട്ട് നമ്മൾ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വിഷ്ണു വിജയ് ഉണ്ടാവും പാട്ടുകളൊക്കെ ആയിട്ട് അല്ലേ? അതെ. പിന്നീട് ഉള്ളത് മോസിൻ ബരാഗിയുടെ തന്ത വൈബ്, നമ്മുടെ ടൊവിനോ നായകനായിട്ട് വരുന്ന പോസ്റ്ററൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതെ, അതാണ് അടുത്ത ഒരു പ്രൊജക്ട് വരുന്നത്. ഓക്കെ നൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ നസ്ലിന്റെ ജിംഖാന ആൻഡ് നമ്മുടെ ടൊവിനോന്റെ തന്ത വൈബ്, ഈ രണ്ട് മൂവീസിലും കിഡിലൻ പാട്ടുകളും സ്കോറുകളൊക്കെ ആയിട്ട് നമ്മുടെ സ്വന്തം വിഷ്ണു ചേട്ടൻ ഇനി നമ്മളെ കേട്ടുമുട്ടും, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ? യെസ്. അപ്പോ നമുക്ക് ഇനിയും കുറേയധികം കിഡിലൻ പാട്ടുകളും സൗണ്ടുകളൊക്കെ സമ്മാനിക്കാനായിട്ട് നമ്മുടെ സ്വന്തം വിഷ്ണു വിജയ്ക്ക് പറ്റട്ടെ എന്ന് ഒരു ബ്യൂട്ടിഫുൾ വിഷോടുകൂടി ഇന്നത്തെ SK ഹോട്ട്സ്പോട്ടിൽ നിന്ന് നമുക്ക് പതുക്കെ അങ്ങനെ സ്കൂട്ടായാലോ? ഓക്കെ. താങ്ക് യു സോ മച്ച്. ഓക്കെ. എനിക്കറിയാം ചേട്ടന് കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എങ്കിലും കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. കുറേയധികം വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇനി പിന്നീടൊരു അവസരത്തിൽ നമ്മൾ പാട്ടൊക്കെ ആയിട്ട് തിരിച്ചു വരും എന്നതും കൂടി അറിയിക്കുന്നു തദവസരത്തിൽ. ഓക്കെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെ ഉണ്ടായിരുന്നത് അന്നയായിരുന്നു. 89.6 FM സർഗക്ഷേത്ര.